ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കർ. നമ്മളെപ്പോഴും നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ ഒരു ഏരിയ നിർബന്ധമായിട്ട് അവർക്ക് ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും നമ്മുടെ കോൺസെപ്റ്റിൽ കാണണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു സർക്കംസ്റ്റൻസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. കുട്ടികളെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബിലോട്ട് കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവർക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയുള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ ഡിസൈൻ ചെയ്ത സമയത്ത് അവർക്ക് പ്രത്യേകം മാറി ഇരുന്നു കൊണ്ടൊരു സ്റ്റഡി ടേബിൾ ഞാൻ ഒരുക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ കൺവട്ടത്ത് അവർ കാണിക്കത്ത രീതിയിൽ വേണ്ടി ഒരു പ്രത്യേക ഒരു കോർണറാണ് ഞാൻ അവർക്ക് സ്റ്റഡി ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് എൻ്റെ മക്കളുടെ സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് അവർ കാണാനും അവർ പഠിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കാനും സാധിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് പ്രത്യേകം ബെഡ്റൂമും ഒക്കെ സെറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ സ്റ്റഡി റൂം മാസ്റ്റർ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം. ഇതാണ് എൻ്റെ മക്കളുടെ സ്റ്റഡി കോർണറായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ഒരു കോർണറാണ്. അവിടെ അവർക്ക് തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബെഡ് ലാമ്പൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അവരെ ഇഷ്ടത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നല്ല പഠിക്കുന്നത്. ചിലപ്പം ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ബുക്സ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ ബുക്സൊക്കെ വയ്ക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഷെൽഫ്, ഈ ബാഗും ബുക്സും വയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒന്ന് പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അവർ അതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ അവർക്ക് വേണ്ടി തന്നെ ഒരു ചെയർ അവർ തന്നെ സെലക്ട് ചെയ്തൊരു ചെയറുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊരു ചെയറുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരം അവർ തന്നെ അച്ഛൻ്റെ കൂടെ പോയി എടുത്തതാണ്. നല്ല കുഷനൊക്കെ ഉള്ള നല്ലൊരു കംഫർട്ടബിൾ ചെയറാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് തന്നെ അതിന് റോളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ എല്ലാ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാറില്ല. അന്നന്ന് പഠിക്കുന്ന സാധനങ്ങൾ മാത്രം, ബുക്കും അസൈൻമെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യമില്ലാതെ അവരെ ഒന്നും നിരത്തിയിടുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അവർ പാവകളൊക്കെ അവരിങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട്. പിന്നെ 2-3 അസൈൻമെൻറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ലാമ്പുണ്ട്. ഇപ്പോൾ ഇത്രയും സാധനം മാത്രമേ വയ്ക്കുകയുള്ളൂ. ഈ ഷെൽഫിനകത്ത് ഇളയ ആളുടെ കളർ പെൻസിൽ, സ്കെച്ച്, പിന്നെ അവർ അസൈൻമെൻറ്റ് ചെയ്യുന്ന കുറേ സിസേഴ്സ്, അങ്ങനെയുള്ള ക്ലേ ബോക്സുകൾ, കുറച്ച് ക്രാഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ, ഇളയ മോളുടെ ടാബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തോ ക്രയോണ്, ഇതൊക്കെ അസൈൻമെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് കോർണറിലൊക്കെ പ്രിൻ്റ് പോലത്തെ പലതരം ഷേപ്പുകളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കളർ ചെയ്യാനുള്ള കുറച്ച് ബുക്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് എപ്പോഴും സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ അവർ മാറ്റാറില്ല. നെക്സ്റ്റ് ടേബിളിൽ ലാപ്ടോപ്പ്, അവരുടെ പൗച്ചുകൾ, പേനകൾ, എക്സ്ട്രാ പേനകളുണ്ടല്ലോ, പിന്നെ ജോമെട്രി ബോക്സ് 2-3 ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് വെച്ചേക്കും. അത് സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ചുകളും ബോക്സുകളൊക്കെ മാത്രമേ ഇതിനകത്ത് വയ്ക്കാറുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റെയറിൻ്റെ അടിയിലുള്ള ടേബിളിലാണ് അവരെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ നേരത്ത് ബുക്സൊക്കെ എടുത്തുകൊണ്ടുവന്ന് മക്കൾ ഇവിടെ നിന്ന് പഠിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അവർക്ക് കിട്ടിയ കുറച്ച് ട്രോഫീസും സർട്ടിഫിക്കറ്റ്സും എല്ലാം ഒന്നുമില്ല, കുറച്ച് ലാമിനേറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ലാമിനേറ്റ് ചെയ്ത വസ്തുക്കൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ ഡിക്ഷണറി, പിന്നെ കുറച്ച് നോവൽസുകൾ, കുറച്ച് സ്റ്റോറി ബുക്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇത്രയും ആണ് ഈ ഉള്ളത്. നെക്സ്റ്റ് ഇവർ ബുക്ക് ഷെൽഫ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ബാക്കി വന്ന് അവിടെ ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കി കുറേ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബുക്സ് വയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ഷെൽഫ് പണിതതാണ്. അപ്പോൾ അവർ സ്കൂളിൽ ഡെയിലി കൊണ്ടുവന്ന ബുക്സുകൾ, നോട്ട്ബുക്കുകൾ, എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ ഇരിക്കും. അത്രയും നല്ലൊരു വലിയ ഷെൽഫാണ്. പിന്നെ അവരെ കുറച്ച് ക്യാമറയുടെ ഐറ്റംസൊക്കെയാണ്. പിന്നെ അവരെ കുറച്ച് മെഡലുകളുമൊക്കെ ഇവിടെ തന്നെയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി പഠിക്കാനുള്ള ബുക്സുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ടേബിളുണ്ട്, അത് ക്യാമറയുടെ സെറ്റിങ്സ് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബുക്സ് മാത്രം വയ്ക്കുക, ബുക്സും ബാഗും ഒക്കെ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെയൊക്കെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ആ ടേബിളിൻ്റെ അടിയിൽ തന്നെ എക്സ്ട്രാ ഐറ്റംസുകൾ, അതായത് പേനകൾ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുമല്ലോ, പേന, ചാർട്ട് പേപ്പർ, കളർ പേപ്പർ, എക്സാം ബോർഡ്, പിന്നെ സ്റ്റോറി ബുക്സുകൾ, പിന്നെ വൈറ്റ് പേപ്പേഴ്സ് ഒത്തിരി വേണം. അവർക്ക് അസൈൻമെൻറ്റൊക്കെ ചെയ്യാനുള്ള പേപ്പേഴ്സും ഉണ്ട്. A4 പേപ്പർ, ലൈനിലിട്ട പേപ്പർ, അങ്ങനെ അതെല്ലാം ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ ബുക്ക് പൊതിയാനുള്ള റോളേഴ്സ്, അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എക്സ്ട്രാ പുതിയ ബാക്കി വന്ന കുറച്ച് നോട്ട്ബുക്കുകൾ, പുതിയ നോട്ട്ബുക്കുകൾ നമ്മൾ ഓൾറെഡി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് പീസ് എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കും.
പിന്നെ പാക്കറ്റ് ഓഫ് ഷാർപ്നർ, എറൈസർ, അപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ പ്രത്യേകം മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തിട്ട് നമ്മൾ ഒത്തിരി വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ട്. ഷാർപ്നറൊക്കെ നമ്മളൊരു ബോക്സ് ആയിട്ടാണല്ലോ വാങ്ങിക്കുന്നത്, എറേസർ അങ്ങനെയുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ വച്ചേക്കും. പിന്നെ സിസർ അങ്ങനെ എക്സ്ട്രാ ഐറ്റംസ് എല്ലാം ഈ ഷെൽഫിൽ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ മക്കളത് എടുക്കാറുള്ളൂ. നെക്സ്റ്റ് ഈ ടേബിൾ തന്നെ ഒരിതുണ്ട്. അപ്പോൾ അവരുടെ ആക്ടിവിറ്റിയുടെ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വയ്ക്കുന്നത്. സിസേഴ്സ്, പിന്നെ എന്തുവാ, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എനിക്കെല്ലാം ഒന്നും കളർ പെൻസിൽ എക്സ്ട്രാ ഉള്ളത് ഓൾറെഡി മറ്റേ ഷെൽഫിൽ വേറെ ഉണ്ട്. പിന്നെ കുറച്ച് ഇത് കംപ്ലീറ്റ് ആർട്ടും ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു ടോയും കൂടെ വെച്ചിട്ടുണ്ട്. ബാക്കി സെല്ലോ ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലൂവ്, വൈറ്റ്നർ, അവർക്ക് പിന്നെ സ്കെച്ചുകളുണ്ട്. സ്കെച്ച് അല്ലാതെ ഹൈലൈറ്ററുണ്ട്. അതെല്ലാം ഇതിനകത്ത് വെച്ചിരുന്നത്. അത് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മൂത്തമൊക്കെ ചിലപ്പം അസൈൻമെൻറ്റ് വർക്കൊക്കെ വരികയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വയ്ക്കുന്നത് ബെഡ്റൂമിൽ ആ ടേബിളിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ആ പൊസിഷൻ മാറ്റാറില്ല. അപ്പോൾ അവർ ഉപയോഗിച്ചതിന് ശേഷം അവർ തന്നെ അതെല്ലാം മടക്കി ആ ഷെൽഫിനോട്ട് വച്ചേക്കും. അത് പൊസിഷനൊന്നും മാറ്റാറില്ല, അവിടെ തന്നെയാണ് ഫിക്സ് ആയിട്ട് ലാപ്ടോപ്പൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇളയ മോള് കളറൊക്കെ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ സ്റ്റഡി ടേബിളിൽ നിന്നും ഇളയാൾ പഠിക്കത്തൊന്നുമില്ല. ഡൈനിങ് ടേബിളാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം, അവിടെ നിന്നാണ് പ്രിയം. പിന്നെ കളർ പെൻസിലും എല്ലാം ഇവിടുന്ന് ഞാൻ മാറ്റല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും മാറ്റാത്തതുകൊണ്ട് കളർ ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ച് തന്നെ മോള് ചെയ്തിട്ട് പിന്നെ ബാക്കിയൊക്കെ അങ്ങ് കൊണ്ടുപോയിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് കളർ ഐറ്റംസ് ചില ദിവസങ്ങളിൽ അങ്ങനെ സാറ്റർഡേ അങ്ങനെ ഡെയിലി ഒന്നും കളറൊന്നും അടിക്കാറില്ല. സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള റഫായിരിക്കുന്ന ടൈമുകളിൽ മാത്രമേ അവർ കളർ പെൻസിലും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ മക്കൾക്ക് പ്രത്യേകം ബെഡ്റൂമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഞാൻ സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടില്ല. പിന്നെ രാത്രികാലങ്ങളിൽ പഠിക്കാനും ഒക്കെ അവർക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ടി വിയുടെ സൗണ്ടൊന്നും ഇല്ലാതെ ഒരു കോർണർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.